ഗാസയിൽ ഹമാസ് വേട്ട തുടർന്ന ഇസ്രായേലി സേന ഗാസയിലെ പ്രധാനപ്പെട്ട ഹമാസ് ലീഡറെ ഡ്രോൺ അറ്റാക്കിലൂടെ അല്പസമയം മുമ്പാണ് ഇസ്രായേലി സേന വധിച്ചത്. ഗാസയിലെ പ്രധാനപ്പെട്ട ഹമാസ് നേതാവും പല പാലസ്തീനികളെ കൊന്നൊടുക്കിയതിലെ പ്രധാന സസ്പെക്റ്റുമായ അഹമ്മദ് അട്ടല്ലയാണ് ഇസ്രായേലി സേന അല്പസമയം മുമ്പ് വധിച്ചത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹത്തിന്റെ മകനെയും വധിച്ചിട്ടുണ്ട്. രണ്ടുപേരും നിരവധി പാലസ്തീനികളെ കൊലപ്പെടുത്തിയതിലെ പ്രതികളാണ്. ഇസ്രായേലി സേനയെ സഹായിക്കുന്നു എന്ന പേരിൽ ഗാസ സ്ട്രിപ്പിലുടനീളം നിരവധി പാലസ്തീനികളുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായിരുന്നു അഹമ്മദ് അട്ടല്ല എന്നാണ് ഇസ്രായേലി സേന ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. നുക്മ ഫോഴ്സിന്റെ തലവൻ ഹമാസിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള നുക്മ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു തലവൻ മുഹമ്മദ് മിസ്ര ഇസ്രായേലി സേന ഇന്ന് പുലർച്ചെ വധിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. ഈ മിസ്ര ലൊക്കേറ്റ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു ഹമാസിന്റെ ടെററിസ്റ്റ് ക്യാമ്പ്, ആ ക്യാമ്പ് ലക്ഷ്യമാക്കി ഇസ്രായേലി സേനയുടെ വൻതോതിലുള്ള വ്യോമാക്രമണം ഉണ്ടായിരുന്നു. ആ വ്യോമാക്രമണത്തിലാണ് മുഹമ്മദ് മിസ്ര വധിക്കപ്പെട്ടത് എന്നുള്ള വാർത്തകളും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു. ഗാസയിലുടനീളം ആക്രമണം അതിന്റെ ഏറ്റവും അന്ത്യഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന. ആക്രമണത്തിന്റെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും പരിഭ്രാന്തരായി ജീവന് വേണ്ടി നെട്ടോടമോടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അവശേഷിക്കുന്ന ഹമാസിന്റെ ലീഡർമാർ. അപ്പോൾ ഇവർ ഏതൊക്കെ മേഖലകളിലുണ്ടോ ആ മേഖലകളൊക്കെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ഇസ്രായേലി സേനയ്ക്കാകുന്നുണ്ട്. അതുമാത്രവുമല്ല, ഗാസയിൽ അവശേഷിക്കുന്ന ഗാസ സിറ്റി പ്രദേശത്ത് അവശേഷിക്കുന്നവർ മറ്റ് സുരക്ഷിത ഇടങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ഏതൊക്കെ കെട്ടിടങ്ങളിൽ ഏതൊക്കെ ലൊക്കേഷനിൽ ഹമാസിന്റെ ഭീകരന്മാർ ഇനിയും പതിയിരിപ്പുണ്ട് എന്നുള്ള കൃത്യമായ വിവരം ഇസ്രായേലി സേനയ്ക്ക് കൈമാറുന്നു. അവർ ചെക്ക് പോസ്റ്റുകളിൽ വെച്ച് ഇസ്രായേലി സേനയ്ക്ക് ആ വിവരം കൈമാറിയിട്ടാണ് പോകുന്നത്. കാരണം അവരുടെ ജീവിതം തന്നെ, അവരുടെ നിലനിൽപ്പ് തന്നെ നശിപ്പിച്ചത് ഈ ഹമാസിന്റെ ഭീകരന്മാരാണെന്ന് അവർ കൃത്യമായി അറിയാം. അതുകൊണ്ട് ഈ ഹമാസിന്റെ ഭീകരന്മാർ എങ്ങനെയെങ്കിലും നശിക്കണമെന്നുള്ള ആഗ്രഹമാണ് പാലസ്തീനികൾക്കുള്ളത്. അവർ കൃത്യമായി തന്നെ ഹമാസിന്റെ ഭീകരന്മാരെ ഒറ്റിക്കൊടുക്കുന്നു, അവരുടെ ഒളിയിടം ഒറ്റിക്കൊടുക്കുന്നു. അങ്ങനെ ഹമാസിന്റെ ഒളിയിടത്തിലേക്ക് ഇസ്രായേലി സേനയ്ക്ക് വേഗത്തിൽ ആക്രമണം നടത്താൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇന്നലെയുമായി നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെട്ടു. പ്രധാനപ്പെട്ട 2-3 നേതാക്കന്മാരെ തന്നെ, ഹമാസിന്റെ ലീഡർമാരെ തന്നെ വധിക്കാൻ ഇസ്രായേലി സേനയ്ക്കായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന വിവരം. ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന സിവിലിയൻസിനോട് അതിവേഗം സുരക്ഷിതങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം ഒരിക്കൽ കൂടി നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു. 3 മണിക്കൂറാണ് സമയം. 3 മണിക്കൂറിനുള്ളിൽ മാറിയില്ല എങ്കിൽ ആ മേഖലകൾ അപകടകരമായി മാറും. ആ മേഖലയിലേക്ക് ഇസ്രായേൽ സേന അതിഭീകരമായ ആക്രമണം നടത്തും. ഇന്ന് രാത്രിയോടെ ഗാസ സിറ്റിയെ പ്രേതഭൂമിയാക്കി മാറ്റും. ഇനിയും അവിടെ തുടരുന്നവർ ഹമാസിന്റെ ഭീകരന്മാരാണെന്ന് ഞങ്ങൾ കണക്കാക്കുമെന്നുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്, ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്.